മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താ? ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ. അതിന് മുമ്പ് എന്താ പഠിച്ചത്? ബൈലാറ്ററൽ പാറ്റേൺ. ഇതെല്ലാം ഞാൻ പറഞ്ഞു പഠിച്ചോ? ആ ഉറപ്പായിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ജസ്റ്റ് കേട്ട് വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ടാണോ ഈ ഒരു വീഡിയോ കാണുന്നത്? ചുമ്മാ എന്തോ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം എന്ന് വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരുന്നിട്ടില്ലേ? അല്ല, പലപ്പോഴും ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചിട്ട് പിന്നെ കയറിയിട്ടുണ്ടോ? ഇല്ല. അതേപോലെ ആകരുത് ഇത്. കാരണം നിങ്ങളൊരു ഏണിങ്സിന് വേണ്ടിയിട്ട് കയറുന്നു. ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് എടുക്കാൻ വരുന്നത്, ട്രേഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷെ അപ്പോൾ നന്നായിട്ട് പഠിച്ചാലല്ലേ നല്ലൊരു ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേണിനെ പറ്റിയാണ്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയി പോകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു അപ് ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നത് അപ് ട്രെൻഡ് ആയിട്ട് മാറുമെന്ന്, ഡൗൺ ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറുമെന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് പഠിക്കാൻ തന്നെ ഇവനെ എടുത്തിട്ടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ റിവേഴ്സൽ പാറ്റേൺ നമ്മൾ പഠിച്ചത്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ്. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. വെഡ്ജ് പാറ്റേൺസ്, അതായത് രണ്ട് ടൈപ്പ് വെഡ്ജസ് ഉണ്ട്. ഒന്നും ഫോളിംഗ് വെഡ്ജും ഒന്നും റൈസിംഗ് വെഡ്ജും. അത് വരുന്ന ഏരിയകളിലൊക്കെ പ്രത്യേകത വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പേരിടുന്നത്. അപ്പം നമ്മൾ ഇന്നലെ റിവേഴ്സൽ പാറ്റേണിനകത്ത് വെഡ്ജസിനെ പറ്റി പഠിച്ചു. നിങ്ങളെ ഫോട്ടോസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് വട്ടം കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി സംശയമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു 3-4 വട്ടമൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എത്ര സിമ്പിളായിട്ട് പറഞ്ഞുതരാമോ അത്ര ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം റൈസിംഗ് വെഡ്ജിനെ ഒന്ന് ആലോചിച്ച് നോക്കി. റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്, നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്. എവിടാണ് റൈസിംഗ് വെഡ്ജ് വന്നത്? ഒരു അപ് ട്രെൻഡിൽ, റിവേഴ്സൽ പാറ്റേണിൽ അപ് ട്രെൻഡിൽ ഒരു വീക്ക് ഒരു അപ് ട്രെൻഡ് പോലെ ഒരു ഹൈ ഉണ്ടാക്കുന്നു, ലോ ഉണ്ടാക്കുന്നു, അങ്ങനെ അങ്ങനെ വന്നിട്ട് ഒരു വെഡ്ജ് പാറ്റേൺ ഉണ്ടാക്കുന്നു. നമ്മൾ വരച്ച് നോക്കുമ്പോൾ വെഡ്ജ് പാറ്റേൺ ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്താ പറ്റുന്നത്? ആ ഒരു ഡൗൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നു. ട്രെൻഡ് റിവേഴ്സ് ആയി. ഇത് ട്രെൻഡ് റിവേഴ്സാണ്. എന്നാൽ ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ ഈ ഒരു പാറ്റേൺ വരുന്നത് ഡൗൺ ട്രെൻഡിലാണ്. ശ്രദ്ധിച്ചിട്ട് ഡൗൺ ട്രെൻഡിലാണ്. ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു വീക്ക് അപ് ട്രെൻഡ് ഉണ്ടാക്കുന്നു. അതായത് അപ് ട്രെൻഡായിട്ട് അങ്ങ് പോവല്ല, ഒരു വെഡ്ജ് പാറ്റേൺ ആണ് ഫോം ആവുന്നത്. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ ആ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് ഡൗൺ ട്രെൻഡ് ആയിട്ട് തന്നെ പോകും. എന്തുകൊണ്ടാണ്? ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്, അതുകൊണ്ട് തന്നെ സിമ്പിൾ. അടുത്തത് ഫോളിംഗ് വെഡ്ജസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഫോളിംഗ് വെഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റിവേഴ്സിൽ നമ്മൾ കണ്ടത് എവിടെ? ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു വീക്ക് ഡൗൺ ട്രെൻഡ് തന്നെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അപ്പം ട്രെൻഡ് റിവേഴ്സ് ആയി. എന്തുകൊണ്ട് റിവേഴ്സ് ആയി? അത് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയതുകൊണ്ട്. ഇപ്പം ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ ഇത് എവിടെ വരുന്നത്? ഒരു അപ് ട്രെൻഡിൽ ഒരു വീക്ക് ഡൗൺ ട്രെൻഡ് പോലെ ചെറിയൊരു താഴോട്ടുള്ള ഒരു ഇതുണ്ടാക്കുന്നു, വെഡ്ജ് പാറ്റേൺ ഉണ്ടാക്കുന്നു. ചെറിയൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എടുത്ത് ചെറിയ അത് നമ്മൾ ഇത് ചേർത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വെഡ്ജസ് കിട്ടുമല്ലോ. അത് ബ്രേക്ക് ആകുന്ന വരെ വെയിറ്റ് ചെയ്യാമല്ലോ. അത് വെയിറ്റ് ചെയ്താൽ എന്താ പറ്റുന്നത്? ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിട്ട് അപ് ട്രെൻഡ് ആയിട്ട് തന്നെ പോകുന്നു. മനസ്സിലായോ? അപ്പം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ റെക്ടാങ്കിൾ പാറ്റേൺസിനെ പറ്റിയാണ്. അതെ, മുകളിൽ കാണാൻ പറ്റുന്ന പോലെ റെക്ടാങ്കിൾ തന്നെ. ഒരു അപ് ട്രെൻഡിൽ ഒരു റെക്ടാങ്കിൾ പോലെ ഹൈയും ലോയും ഉണ്ടാക്കി, അതായത് സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അത് ബെയറിഷ് റെക്ടാങ്കിൾ ആണ്, ബുള്ളിഷ് റെക്ടാങ്കിൾ ആണെന്നും. ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ഒരു അപ്പർ ഡൗൺ ഉണ്ടാക്കി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബെയറിഷ് റെക്ടാങ്കിൾ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. ഒരു അപ് ട്രെൻഡ് റെക്ടാങ്കിൾ പാറ്റേൺ ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് റെക്ടാങ്കിൾ ആയിട്ടും, ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു റെക്ടാങ്കിൾ പാറ്റേൺ ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബെയറിഷ് റെക്ടാങ്കിൾ ആകും. അത് കണ്ടിന്യൂ ആയിട്ട് ആ ഒരു പാറ്റേൺ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കടന്നു കഴിഞ്ഞാൽ പോകും. അങ്ങോട്ട് തന്നെ ആ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ആവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പെനൻസിനെ പറ്റിയാണ്. എന്താണ് പെനൻസ്? അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ബുള്ളിഷ് പെനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പാറ്റേണാണ്. ഒരു അപ് ട്രെൻഡിൽ, നല്ലൊരു അപ് ട്രെൻഡിൽ ഈ ഒരു പെനന്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ പോലെ ഇങ്ങനെ ഉണ്ട്. ചെറിയൊരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരും. നമ്മളത് ചേർത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിൽ ഏതാണ്ട് ഒരു ലുക്ക് മാത്രമല്ല ചെറിയൊരു അതുപോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വലിയ ഒരു ട്രെൻഡിന്റെ ആ ഒരു അറ്റത്തായിരിക്കും വരുന്നത്.
അപ്പം അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആകുമെന്നു. ഒരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു പെനൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ എന്ത് പറ്റും? അതെ, ഡൗൺ ട്രെൻഡായിട്ട് തന്നെ പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിട്ടണം. വീഡിയോ കാണാൻ എളുപ്പമോ, പക്ഷെ വരച്ച് നോക്കുമ്പോഴത്തേക്ക് കിളി പോകും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു പാറ്റേണിനെ പറ്റിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ തവണ ഇന്നലെ നമ്മൾ റിവേഴ്സൽ പാറ്റേൺ പേടിക്കണ്ട, വീണ്ടും അതുപോലത്തെ അത് തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയല്ല. ഒരു റൗണ്ടിങ് ബോട്ടം പോലെ അപ്പോ ഡൗൺ അങ്ങനെ വന്നിട്ട് അത് ചേർത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഒരു കപ്പ് പോലെ അത് മുകളിലോട്ട് പോയിട്ട് ഒരു റിവേഴ്സൽ ചെറിയൊരു ഡൗൺ ട്രെൻഡ് പോലെ ഇങ്ങനെ വരും. അതൊന്ന് ചേർത്ത് വരയ്ക്കും, ഒരു ഹാൻഡിൽ പോലെ. നിങ്ങൾക്ക് ആ ഫോട്ടോയ്ക്കകത്ത് കാണാൻ പറ്റുന്നില്ലേ? അത് പിന്നെയും ബ്രേക്ക് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് ഏരിയ മറികടന്നാൽ അതൊരു അപ് ട്രെൻഡ് ആയിട്ട് തന്നെ വരുമെന്നാണ് പറയുന്നത്. ഇതൊരു അപ് ട്രെൻഡിൽ തിരിച്ചൊരു അപ് ട്രെൻഡിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പാറ്റാണ് ഇത്. ഓക്കെ, ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചാർട്ട് വന്നാൽ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം. നമുക്ക് ലാസ്റ്റായിട്ട് ഒരെണ്ണോടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക്. ഫ്ലാഗ് പാറ്റേൺ ഒരു 2 ടൈപ്പ് ഉണ്ട്, ബെയറിഷും ബുള്ളിഷും. അതായത് ഒരു അപ് ട്രെൻഡിൽ, നല്ലൊരു അപ് ട്രെൻഡിൽ ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് പോലെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എടുത്തെടുത്ത് പോകും. നമ്മളത് ചേർത്ത് വരയ്ക്കുമ്പോൾ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും ഇതിങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പതാക അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് എങ്ങനെയായിരിക്കും? നല്ലൊരു പോളയിൽ ആണല്ലോ ഈ ഒരു ഫ്ലാഗ് നമ്മളിവിടെ തൂക്കാറുള്ളത്, അല്ലെങ്കിൽ ഫ്ലാഗ് നമ്മൾ വെക്കാറുള്ളത്. അതുപോലെ തന്നെയല്ല ഈ ഒരു പാറ്റേൺ, ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നു, ഒരു പോളും ഉണ്ട്. ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു പാറ്റേൺ വന്നാൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അതൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു പാറ്റേൺ വന്നാൽ, ഡൗൺ ട്രെൻഡ് അല്ല, ഞാനിപ്പോഴും അപ് ട്രെൻഡാണ് കൂടുതൽ, അപ് ട്രെൻഡിലാണ് ഈ ഫ്ലാഗ് ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഡൗൺ ട്രെൻഡിൽ വരാറുണ്ട് കേട്ടോ, കൂടുതലായിട്ടും കണ്ടിട്ടുള്ളതില്ല. ഒരു ഡൗൺ ട്രെൻഡിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് ഡൗൺ ട്രെൻഡിലോട്ട് തന്നെ പോകുന്നതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇതെല്ലാം വരച്ച് നോക്കിയേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. പ്രാക്ടീസ് ചെയ്യുക. അല്ല സ്കൂളിൽ പഠിക്കുന്ന പോലെ, കാരണം അന്ന് രാവിലെ വന്നിട്ട് എന്തോ കാണിച്ച് വെക്കുന്ന പോലൊന്നും പറ്റത്തില്ല. കോപ്പി അടിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. നിങ്ങളുടെ നഷ്ടവും നിങ്ങളുടെ ലാഭവും നിങ്ങളുടെ കയ്യിൽ തന്നെ. എത്രയും പ്രാക്ടീസ് ചെയ്യുന്നു അത്ര നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും നിങ്ങൾ ചുമ്മാ വന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ പൈസ കൊണ്ട് ട്രേഡ് ചെയ്ത് പഠിച്ച്, പിന്നെ നമ്മൾ ഇച്ചിരി നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴേക്കും ഇച്ചിരി പൈസ നമ്മൾ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നവരല്ലേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക. മനസ്സിലായോ? ഇത് ചെറിയൊരു ബിസിനസ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. നമ്മുടെ ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ആണെന്നുണ്ടെങ്കിലും വിലക്കുറവ് വാങ്ങിക്കും, ഇച്ചിരി കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു. അതിന് പല കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് മാത്രം. നാളെ അടുത്ത ദിവസം വീണ്ടും വരും. അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. കാരണം നല്ലൊരു ട്രേഡിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു.